എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി അവന്റെ ഫസ്റ്റ് മിഷന് വേണ്ടി അങ്ങനെ ഓടി വരികയാണ്. ടീം 7 ഇപ്പൊ സാരഡ, മീച്ചിക, ബൊറൂട്ടോ ഇവർ 3 പേരാണ് ഉള്ളത്. അവരുടെ മാസ്റ്റർ മറ്റാരുമല്ല, സാക്ഷാൽ കൊനഹമാരു. പിന്നെ കൊനഹമാരു ആണെങ്കിൽ വളരെ കാര്യമായിട്ട് മിഷനെ കുറിച്ചും അത് ഏതൊക്കെ ടൈപ്പാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ടൊനിയൻ ലെവൽ, ഗനിയൻ ലെവൽ എന്നിങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മിഷൻസ് ഉണ്ട്. മാത്രമല്ല എസ് മുതൽ ഡി വരെയുള്ള മിഷൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ എബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്ത് നൽകുക. ഉടനെ ബൊറൂട്ടോ അവൻ തലയിൽ കൈയൊക്കെ വെച്ച് എനിക്ക് എന്ത് മിഷൻ കിട്ടിയാലും അതൊക്കെ ഞാൻ കൂളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നടന്നു വരും. കൊനഹമാരു വീണ്ടും മിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊണ്ടേയിരിക്കും. അതിന് ബൊറൂട്ടോ നമുക്ക് എന്തുകൊണ്ട് തുടക്കം തന്നെ വലിയൊരു മിഷൻ എടുത്തുകൂടാ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടീം 7 ഫേമസ് ആവും. അത് കേട്ട് കൊനഹമാരു ചിരിക്കും. നീ ആക്ച്വലി നറൂട്ടോയെ പോലെ തന്നെയാണ്. ഒരിക്കലും ഒരു ഷിനോബിക്ക് തുടക്കത്തിൽ തന്നെ വലിയ വലിയ മിഷൻസ് ഒന്നും ഒരു കാരണവശാലും തരില്ല. നിനക്കിപ്പോ തരാൻ പോകുന്നത് ഡി ലെവൽ മിഷൻ ആയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ടീം 7 ഹൊക്കാഗെയുടെ അടുത്തേക്ക് വരും. ഷിക്കമരു പറയും എല്ലാ സ്റ്റുഡൻസിനുമുള്ള ഫസ്റ്റ് മിഷൻ അത് കൊടുക്കുക ഹൊക്കാഗെ ആയിരിക്കും. ഉടനെ നറൂട്ടോ ആണെങ്കിൽ ഒരു പേപ്പർ കയ്യിലെടുക്കും. നിങ്ങളുടെ ഫസ്റ്റ് മിഷൻ അത് മറ്റൊന്നുമല്ല, ഇപ്പൊ ഗ്രാമത്തില് വളരെ ബാഡായിട്ടുള്ള ചില ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരെയും കണ്ടെത്തി അവരെ ഗ്രാമത്തിൽ നിന്ന് തുരത്തി ഓടിക്കുക. മാത്രമല്ല ആരെങ്കിലുമൊക്കെ വളരെ മോശപ്പെട്ട ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കണ്ടെത്തുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ആദ്യത്തെ മിഷൻ. പക്ഷെ അത് നടക്കാൻ പോകുന്നത് ലാൻഡ് ഓഫ് ലീഫ് വില്ലേജിലല്ല, മറിച്ച് ലാൻഡ് ഓഫ് ഗ്രീനിലാണ്. അവിടെ നിന്നാണ് നിങ്ങൾക്കിപ്പോ ഈ ഒരു മിഷൻ വന്നിരിക്കുന്നത്. ആ ഗ്രാമത്തിലാണെങ്കിൽ കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അവരുടെ സാധനങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെ ആൾക്കാർ മോഷ്ടിക്കുക എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അത് വേണം നിങ്ങളിപ്പോ സോൾവ് ചെയ്യാൻ. ബൊറൂട്ടോ സിമ്പിൾ ആയിട്ട് പറയും. അവിടേക്ക് പോകുന്നു, അവരെ മുഴുവൻ അടിച്ചു തകർക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ. ഉടനെ കൊനഹമാരു ഡീറാങ് മിഷനും ഒരു മിഷൻ തന്നെയാണ്. ഒരു മിഷനെയും അങ്ങനെ കുറച്ച് കാണാനായിട്ട് നിങ്ങൾ പാടില്ല. ഉടനെ സാരഡ അവൾ ടെൻഷനാവും. ഇവനെ വഴക്കു പറഞ്ഞോളൂ, കുഴപ്പമില്ല, പക്ഷേ ഇവൻ പറയുന്ന മണ്ടത്തരത്തിനും തെറ്റിനും എന്നെ കൂടെ വഴക്കു പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ ബൊറൂട്ടോയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് എപ്പോഴും നമ്മുടെ ടീമിന് ചീത്തപ്പേരുണ്ടാവുന്നത്. നിന്നെപ്പോലൊരുത്തന്റെ ടീമിൽ ചേരേണ്ടി വന്നത് എന്റെ കഷ്ടകാലാണെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ അവനിപ്പോ വീട്ടിലേക്ക് വരും. ബൊറൂട്ടോ അമ്മയോട് ചോദിക്കും, അമ്മയുടെ ഫസ്റ്റ് മിഷൻ അതിനെക്കുറിച്ച് അമ്മ ഓർക്കുന്നുണ്ടോ? അതിന് ഹിനട്ട പറയും, എന്റെ ഫസ്റ്റ് മിഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആക്ച്വലി അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേടിയാണ്. അന്ന് ഇന്നത്തേതുപോലെയല്ല, ഗ്രാമങ്ങളെല്ലാം തമ്മിൽ ശത്രുതയുണ്ട്. മാത്രമല്ല എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു ചെറിയ മിഷന് പോലും ഹൈ റിസ്ക് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഉടനെ ബൊറൂട്ടോ പറയും, ബാക്കി കഥ ഞാൻ പിന്നെ കേൾക്കാം, എനിക്ക് മിഷന് പോവാൻ ടൈം ആയെന്ന് പറഞ്ഞ് അവനിപ്പോ പുറത്തേക്ക് ഓടിപ്പോവാണ്. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോയും ഷിക്കമരുവും അവർ രണ്ടുപേരും അവരുടെ പഴയ മിഷൻസിനെ കുറിച്ചൊക്കെ പരസ്പരം പറയാണ്. ഇന്നത്തെ കാലത്ത് എല്ലാ മിഷൻസും ഭയങ്കര റിസ്കി ആയിരുന്നു. ഇന്നത്തേതുപോലെ അല്ല. എന്റെ മനസ്സ് അതിപ്പോഴും അന്നത്തെ ഓർമ്മകളിൽ തന്നെയാണ്. പക്ഷേ ഇപ്പൊ നമ്മുടെ കുട്ടികള് മിഷന് പോകാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് ഷിക്കമരു ചിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കഡാൻ ടീമിന്റെ മിഷൻ കാണിക്കും. ഷിക്കഡയ്ക്കും ടീമിനും ഒരു ലേഡിക്ക് എസ്കോർട്ട് പോവുക എന്നതായിരിക്കും മിഷൻ. ഇത്രയും വൃത്തികെട്ട മിഷൻ അത് നമുക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് ഷിക്കട പറയും. പക്ഷെ ചോച്ചോയ്ക്കാണെങ്കിൽ ഇത് കുറച്ച് ഇഷ്ടമാവും. അവളാണെങ്കിൽ ആ ലേഡിയായിട്ട് കമ്പനിയായി നല്ല ഹായ് ആയിട്ട് സംസാരിച്ച് നടന്നു വരും. ഇവിടെ നറൂട്ടോ പറയും, ഷിക്കമരു നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഷിക്കട ശരിക്കും സ്മാർട്ടാണ്. അപ്പൊ മിഷൻ എല്ലാം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോ ടീമിനെ കാണിക്കും. സാരഡ പറയും, ബൊറൂട്ടോ നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മാസ്റ്റർ എന്തു പറയുന്നോ അതനുസരിച്ച് മാത്രമേ എല്ലാം ചെയ്യാൻ പാടുള്ളൂ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഹൊക്കാഗെ ആവണം എന്നുള്ളത്. സോ നീ കാരണം എനിക്ക് ആഗ്രഹം നഷ്ടാവാൻ പാടില്ല. മീറ്റ്സിയേക്കാണെങ്കിൽ സാരഡയും ബൊറൂട്ടോയും കാണുമ്പോൾ നല്ലൊരു കപ്പിളായിട്ട് തോന്നും. ഉടനെ കൊനഹമാരു അദ്ദേഹമാണെങ്കിൽ അവരെ 3 പേരെയും കൂട്ടി ഒരു മരത്തിനടുത്തേക്ക് വരും. എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും വെള്ളമൊക്കെ കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്, ദ ഫസ്റ്റ് മിഷൻ. ഈ ഒരു മിഷൻ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ മുൻപോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് എല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുക്കണം. ഒരു കാരണവശാലും എന്റെ ഇൻസ്ട്രക്ഷൻ അപ്പുറത്തായിട്ട് ആരും ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇൻ കേസ് നിങ്ങളുടെ ഓപ്പണന്റിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടാൻ പാടില്ല. കൊനഹമാരു അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും
എന്തോ ഒരു ശബ്ദം കേൾക്കുക. അവർ ഷോക്കായിട്ട് ഇപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അത് മറ്റൊന്നുമല്ല, ഒരു ചെറിയ പന്നിക്കൂട്ടമാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഓൾമോസ്റ്റ് ആ ഗ്രാമത്തിന്റെ അടുത്തെത്തി. അവർക്കൊരു പാലം കഴിഞ്ഞു വേണം ആ ഗ്രാമത്തിലേക്ക് പോവാൻ. ഉടനെ മെഹമാരു ആളാണെങ്കിൽ പാലത്തിനടുത്തുള്ള ഒരു ബെല്ല് അത് അടിക്കാനായിട്ട് തുടങ്ങും. ഓപ്പോസിറ്റ് നിന്ന് രണ്ടുപേര് അവർ ബൈനോക്കുലറൊക്കെ വെച്ച് നമ്മുടെ ആൾക്കാരെ കാണും. അവർ പറയും അതെ, അത് ലീഫ് വില്ലേജിലെ ഷിനോബികളാണ്. എത്രയും പെട്ടെന്ന് ബ്രിഡ്ജ് താഴ്ത്തണമെന്ന് പറഞ്ഞ് അവർ ആ ബ്രിഡ്ജിന്റെ ബാക്കി പോർഷൻ അത് താഴ്ത്തും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ പാലം കടന്ന് അപ്പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ഗ്രാൻഡ് പാ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ ഗ്രാൻഡ് പാ പറയും, വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഗ്രാമത്തെ വളരെ നന്നായിട്ടാണ് നോക്കിയിരുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ മുൻപോട്ട് പോയിരുന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരണപ്പെട്ടു. സോ ഇപ്പൊ അദ്ദേഹത്തിന്റെ അധികാരത്തിലിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളാണ്. അത് കേട്ട് കൊനഹമാരു അവൻ ഷോക്കാവും. വണ്ടറടിച്ച് ചോദിക്കും, കുറച്ച് വർഷങ്ങൾക്ക് മുൻപല്ലേ നിങ്ങളുടെ ഗ്രാമത്തെ ആരൊക്കെയോ ചേർന്ന് അറ്റാക്ക് ചെയ്തത്? അതിനാ ഗ്രാൻഡ് പാ അതെ, അതിനെല്ലാം ശേഷം ഞങ്ങളുടെ ഗ്രാമം വീണ്ടും സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ എന്താ ഞങ്ങളുടെ അടുത്തുള്ള പല ഗ്രാമത്തിനും ഞങ്ങളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത ഗ്രാമത്തിലെ ഹൊക്കാഗെ കാണാൻ അവരിപ്പോൾ മാൻഷനിലേക്ക് വരും. അപ്പോൾ ആ ഒരു ചെറിയ ലേഡിയെ കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ബൊറൂട്ടോ പറയും, ഇതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, ഇവളാണോ ഈ ഗ്രാമത്തിന്റെ നേതാവ്? ഉടനെ അവളിപ്പോ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളല്ലേ ലീഫ് വില്ലേജിലെ ഷിനോബീസ്? എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ വില്ലേജിൽ ഇത്രയും മാൻ പവർ കുറവാണോ? ഇത്രയും വലിയൊരു മിഷന് വേണ്ടി ചെറിയ കുട്ടികളെയാണോ അവരയച്ചു തന്നത്? അതിന് കൊനഹമാരു ചിരിക്കും, ഇവരെല്ലാവരും ട്രെയിൻഡ് ഷിനോബീസാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ പവറും കഴിവും ഇവർക്കുണ്ട്. അതിനവള് പറയും, അങ്ങനെ തന്നെ ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ പ്രോബ്ലത്തിന് എങ്ങനെയെങ്കിലും നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണം. ഇവിടെയുള്ളവരെല്ലാവരും കൃഷിക്കാരാണ്. അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു വെക്കും. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാലമായി ഞങ്ങളുടെ അടുത്തുള്ള ഗ്രാമത്തിൽ ആരൊക്കെയോ ചേർന്ന് ഇവിടേക്ക് വന്ന് അത് മുഴുവൻ മോഷ്ടിക്കുകയാണ്. ഞങ്ങൾ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും അവരാരാണെന്ന് കണ്ടുപിടിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പണിഷ് ചെയ്യാനോ ഒന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആദ്യമൊക്കെ വെറും സാധാരണക്കാർ മാത്രമായിരുന്നു ഇവിടേക്ക് വന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവർ ഷിനോബികളെ ഹയർ ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കേട്ട് നമ്മുടെ കൊനഹമാരു അവൻ ഫ്രീസാവും. അവൻ മീറ്റ്സുകയോടും ബൊറൂട്ടോയോടും സാറഡയോടും അവരോട് 3 പേരോടും പുറത്തു പോകാൻ പറയും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ പുറത്തു പോകാൻ മനസ്സില്ല. അതിന് സാറഡ അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാണ്. ബൊറൂട്ടോ അവളോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് അവള് പറയും, ഇതൊരു സാധാരണ ഡേറാങ് മിഷനാണെന്ന് കരുതിയാണ് നമ്മളെ കൊണ്ടുവന്നത്. പക്ഷേ ഇതൊരു സീറാങ് മിഷനാണ്. ഈ മിഷനിൽ നമ്മുടെ ഓപ്പണൻസ് ആയിട്ടുള്ളത് അത് ഷിനോബികളാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ആവേശാവും. അത് അടിപൊളിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷിനോബികളല്ലേ, നമുക്ക് ആ ഷിനോബികളുമായിട്ട് ഫൈറ്റ് ചെയ്താൽ കൂടുതൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമുക്ക് പവർഫുള്ളും ആകാനായിട്ട് കഴിയും. ബറൂട്ടോയുടെ ആവേശം കാണുമ്പോൾ ഇപ്പൊ സാറടയ്ക്കും മീർച്ചയ്ക്കും അവർക്ക് 2 പേർക്കും ഒരുപോലെ തന്നെ ആവേശാവും. അപ്പോഴായിരിക്കും അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഷിനോബി ആ ഗ്രാമത്തിലേക്ക് വരിക. അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ അങ്ങനെ വെട്ടിയെറിയാണ്. ബൊറൂട്ടോ ചാടി വീണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവൻ ബൊറൂട്ടോയെ ചവിട്ടി താഴെയിട്ട് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ബൊറൂട്ടോയെ വെട്ടാനായിട്ട് അങ്ങനെ ക്ലോസ് എത്തുമ്പോഴായിരിക്കും സാക്ഷാൽ കൊനഹമാരു അവനവിടേക്ക് വന്ന് ആ സ്ക്വാഡ് തടയുക. കൊനഹമാരുവെ കണ്ട് അവൻ ഷോക്കാവും. നീ ആ ലീഫ് വില്ലേജിലെ ഷിനോബി അല്ലേ? അതിന് കൊനഹമാരു അവൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഫുൾ കലിപ്പില് അവനെ നേരിടാൻ തയ്യാറാവുമ്പോഴേക്കും ഒരു സ്മോക്ക് ബോംബ് വലിച്ചെറിഞ്ഞ് അവൻ ഞൊടിയിടയിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. ഉടനെ ശബ്ദം കേട്ട് ആ ലേഡി ഹെഡ് അവളിപ്പോ പുറത്തേക്ക് വരും. കൊനഹമാരു ചോദിക്കും, ഇവിടെ എന്താ നടക്കണേ? സത്യത്തില് നിങ്ങളുടെ പ്രശ്നം എന്താ? ഇത് വെറും ഒരു മോഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. നിങ്ങളൊരു ഓർഡർ തരികയാണെങ്കിൽ ആ വില്ലന്മാരെ കണ്ടെത്തി അവരെ കൊന്നു കളയുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അതിനവള് പറയും, അയ്യോ വേണ്ട, നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് ഇവിടെയുള്ള ആൾക്കാരെയും അവരുടെ സാധനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണെന്ന് പറഞ്ഞ് അവളിപ്പോ നമ്മുടെ ആൾക്കാരെ വിളിച്ച് എവിടേക്കോ നടന്നു പോവാണ്. അവളിപ്പോ അവരെയും കൂട്ടി അവളുടെ റൂമിലേക്ക് വരും. അവള് പറയും, അവർക്ക് ആവശ്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ കണ്ട ആ ഒരു ബ്രിഡ്ജ് അത് ആക്ച്വലി എൻ്റെ പപ്പ അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ ടോൾ ക്യാഷ് അത് ഞങ്ങൾക്ക് വലിയൊരു വരുമാനമാണ്. ആ പത്രത്തിൻ്റെ രേഖ അതിനുവേണ്ടിയാണ് അവരിവിടേക്ക് വന്ന് എപ്പോഴും ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അത് കൊടുക്കില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. പക്ഷെ അവരാണെങ്കിൽ അതിനുശേഷം ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു.
കട്ട് ചെയ്ത ആ വില്ലന്മാര് അവര് വീണ്ടും ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ് എങ്ങനെയെങ്കിലും ആ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്ത് അവരുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാനായിട്ട്. ഉടനെ ഒരു മെയിൻ വില്ലത്തി അവള് പറയും അവർക്ക് സഹായത്തിനായി ഇപ്പൊ ലീഫ് വില്ലേജ് എത്തിയിട്ടുണ്ട്. കാരണവശാലും ലീഫ് വില്ലേജിനെ അത്ര കുറച്ചിലായിട്ട് കാണാൻ പാടില്ല. അവിടെയുള്ള ജോനിയൻസ് ഒക്കെ ഭയങ്കര പവർഫുൾ ആണെന്ന് പറഞ്ഞ് റോക്ലി, ചോച്ചോ, ഷിനോ, കിബ, ഹിനട്ട അങ്ങനെ എല്ലാവരെയും ഇപ്പൊ കാണിക്കുകയാണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആവശ്യം ആ ഒരു പേപ്പറാണ്. അത് മാത്രം എങ്ങനെയെങ്കിലും എടുക്കുക. കട്ട് ചെയ്ത നൈറ്റ് നമ്മുടെ ആൾക്കാരെല്ലാവരും ആ വില്ലന്മാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ ദൂരത്തായി ഒരു വീട് അതങ്ങനെ കത്തി എരിയുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അവർക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വില്ലന്മാർ എത്തിക്കഴിഞ്ഞെന്ന്. അതിലൊരു മാസ്ക് ഇട്ട വില്ലൻ ഇപ്പൊ ഗ്രാമത്തിലുള്ള ഒരു സാധാരണക്കാരന്റെ കഴുത്തില് കത്തി വെച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ ഉഷാറായിട്ട് ചാടി ഓടി അവനെ തടയാൻ അവന്റെ അടുത്തേക്ക് എത്തും. അതിനുശേഷം ആ വില്ലനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവനവന്റെ മാസ്ക് അഴിച്ച് കാണിക്കുക. അത് മറ്റാരുമല്ല, മുൻപ് കണ്ട അതേ ഗ്രാൻഡ്പ. ആളൊരു സിഗ്നൽ കൊടുക്കും. ഞൊടിയിടയില് ആ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് ബൊറൂട്ടോയെ റൗണ്ട് ചെയ്യും. കാര്യം വഷളാവുന്നു കണ്ട സാറഡ അവളും ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, ഇത് ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയല്ലേ, ഇവരെന്തിനാ നമ്മളെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്നേ? അതിന് കൊനഹമാരു അവൻ നിലവിളിച്ചു പറയും, ബൊറൂട്ടോ അത് ഗെഞ്ചിപ്സു ആണ്. വില്ലന്മാര് അവരിവരെ കൺട്രോൾ ചെയ്താണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതിന് ബൊറൂട്ടോ പറയും, അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്നും കൊല്ലാൻ പാടില്ല. ഇവരെ ആരാണോ കൺട്രോൾ ചെയ്തിരിക്കുന്നത് അവരെ കണ്ടെത്തി വേണം ഇല്ലാതാക്കാൻ. റിയൽ വില്ലൻ ആണെങ്കിൽ ഇപ്പോ ആ ഗ്രാമത്തിന്റെ ഹെഡ് അവളുടെ കഴുത്തില് കത്തി വെച്ചിരിക്കുകയാണ്. സാറയുടെ ശരീരം കണ്ണുവെച്ച് അവരെ മുഴുവൻ ചെക്ക് ചെയ്യും. പക്ഷേ റിയൽ വില്ലനെ അവളെ കൊണ്ട് കണ്ടെത്താനാവില്ല. ഉടനെ മീറ്റ്സിക പറയും, ഞാൻ എന്റെ വിൻസ്റ്റൈൽ പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരെല്ലാവരും ഈ ഗെഞ്ചിപ്സുൽ നിന്ന് പുറത്തു വരും. അങ്ങനെ നമുക്ക് ആ വില്ലനെ ഈസി ആയിട്ട് കണ്ടെത്താം. മീറ്റ്സിക ആണെങ്കിൽ അവന്റെ വിൻസ്റ്റൈൽ പവർ ഉപയോഗിച്ച് എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കും. ഉടനെ ആ റിയൽ വില്ലൻ അതാരാണെന്ന് അവർ കണ്ടുപിടിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അത് മനസ്സിലാക്കിയ ഉടൻ അവനെ തേടി അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.